ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇപ്പോൾ സമയം 4 മണിയായി. 4 മണിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പയ്യെ ഇറങ്ങിയതാണ് റൗണ്ട്സിന്. അപ്പോൾ നമ്മളിപ്പം വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ്. ഞാൻ സെൻട്രലൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുറേ നാൾ ഞാൻ ഇത്രയും 9 വർഷമായി വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത്രയും വർഷം ഞാൻ ഇതിനകത്ത് വെച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ നമ്മുടെ ചാവി വെച്ചിട്ട് തന്നെയാണ് തുറക്കുന്നതല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് നമ്മൾ കുറച്ച് ദൂരെ നിൽക്കുകയാണെങ്കിലും നമ്മൾ അടുത്ത് വരണം അത് തുറന്നു കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഓൺലൈനിൽ വരുന്നതിൻ്റെ വാറണ്ടി ഒക്കെ ക്ലെയിം ചെയ്യാൻ വളരെ പാടാണ്. നമുക്ക് കടയിൽ ഷോപ്പിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെന്താണ്, നമുക്ക് ഈ കൂളിങ്ങിൻ്റെ പരിപാടി ഒന്ന് നോക്കണം. കൂളിങ് എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് കൂളിങ് അടിക്കണം. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല കാഴ്ച. ചെറുക്ക് ഇന്ന് വണ്ടി ഡ്രൈവ് ചെയ്തേട്ടോ. ചെറുക്ക് കുറച്ച് മിസ്റ്റേക്സ്. അത് അവൻ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി എടുത്തിട്ടില്ല. പിന്നെ കാറിൻ്റെ അടുത്ത് ക്രൈസ് ഇല്ലാത്തത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. വണ്ടി ഇല്ലാത്തല്ലേ. അല്ല, അവൻ ഈ വണ്ടി ആയാലും അങ്ങനെ അങ്ങോട്ട് ഓടിക്കാനൊന്നും പറയത്തില്ല. ഇന്നിപ്പം എന്തോ തോന്നി, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. കൊതി കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. വണ്ടി ആണെന്ന് ഞാൻ അങ്ങനെ ഓടിച്ചു. സീനെന്ന് പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക്. ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി മാത്രമേ ഓടിക്കുള്ളൂ, സൈഡിൽ നോക്കത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൂടെ ചെയ്യുമ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവിടെ ഒരു ആക്സിഡൻറ്റ്. അതെങ്ങനെ വീണവർ ബ്രേക്ക് പിടിച്ച് തെറ്റി. അവിടെ ശരിക്കും ആൾക്കാരുണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങേണ്ട ഒരു ഇതില്ല, സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് സ്റ്റൈലിൽ ഒതുക്കി പോയി സഹായിച്ചുകൂടെയാണ്. അവിടെ ശരിക്കും ആൾക്കാർ, അത് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡും കൂടെയാണ്. അവിടെ നേരത്തെ ചരളാണ്. ഈ സ്കൂട്ടി ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ യൂസ് ചെയ്ത വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്കൂട്ടിയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് സ്കൂട്ടി ബൈക്ക് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട്. ഈ സാധനം ഇല്ലേ, ചെറിയ ടയറാണ് അത് മെയിൻ. ഞാൻ ഉമ്മയും കൊണ്ടിട്ട് ഒരിക്കൽ ജസ്റ്റ് ഒരു 20-30 സ്പീഡിൽ ഇങ്ങനെ പോവുക നമ്മളാ താഴെ അങ്ങോട്ട്. ഇതിന് ടയർ പൊട്ടി വേക്ക്. ഈ വണ്ടി പിടിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം അവിടെ സൈഡിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ പ്രശ്നമൊന്നും പറ്റില്ല. അവർ അടുത്ത സീൻ, ഇത് മെയിൻ റോഡാണ്. ഇവിടെ സീബ്ര ക്രോസിംഗ് ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ റോഡിൻ്റെ പ്രത്യേകത. പിന്നെ അവിടെ ഓട്ടേക്ക് പറ്റത്തില്ല. ഈ റോഡ് ഉണ്ടോ, ഈ റോഡെന്ന് പറഞ്ഞാൽ വലിയ ഡേഞ്ചർ റോഡാണ്. ഇങ്ങനെ എസ് കണക്കാണ് കിടക്കുന്നത്. ഇവിടെ സൈഡിൽ കുറേ ബൈക്കും വളരെ കുഴപ്പമുണ്ടോ. പിന്നെ അവിടെ നിന്ന് ബൈക്ക് കയറി അതിൻ്റെ സൈഡിൽ വേറൊരു കാർ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓട്ടോ കയറി വരും. ബസ്സാണെങ്കിലും ആ സമയത്ത് വരുന്നത് ഫുൾ സീൻ അവിടെയൊക്കെ. ഇത് മറ്റേ കടയല്ലേ. ഇവിടെ എന്തെല്ലാം ചോദിക്കണമെന്നുണ്ടായിരുന്നല്ലോ. വീൽക്കപ്പ് നോക്കണം. നല്ല ഇതാണിപ്പോൾ വേറൊരു മോഡലുള്ള 2 മോഡൽ. നമുക്ക് ഇപ്പോൾ ഈ 13-ന്റെ അങ്ങനെ വരുന്നില്ല. സംഭവം വളരെ കുറവാണ് നമുക്ക് ലാൻസർ. ഇതിനൊക്കെ ഇപ്പോൾ എല്ലാം 14 അല്ലെ 15 ആ ടൈപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചേട്ടൻ. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ സെറ്റ് ചെയ്തില്ല. അതാണ് പുതിയ ട്രെൻഡിങ് മോഡൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്പർ ഇടാം. ഇതകത്തോട്ടിടും അല്ലേ. അപ്പോൾ ടൈറ്റും കിട്ടും. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മോഡലാണ് സെലക്ട് ചെയ്തത്. 2 ടൈപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് ഇനി ഇത് അങ്ങോട്ട് ദൂരോട്ട് സാധനം ഓൺ ദ സ്പോട്ട് ഫിറ്റിംഗ് ആണ്. ഡിലേ ഒന്നുമില്ല. വണ്ടി ഇവിടെ ഫിറ്റിംഗ് ചെയ്തിട്ട് പോകാം. കാര്യം ഇത് നമ്മൾ ചെറിയൊരു ഷോപ്പാണ്. കടയ്ക്ക് ഇങ്ങോട്ട് വരപ്പം കാർ മാജിക് എന്ന് പറഞ്ഞ ചെറിയൊരു ഷോപ്പാണ്. പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. പമ്പിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ്. പുള്ളി ഒരു മാന്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. അവിടെ വേറെ ഫിറ്റിംഗ് ചാർജ് അങ്ങനെയുള്ള ഒന്നുമില്ല. പുള്ളി ഇന്നലെ അവൈലബിൾ അല്ലായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അവൈലബിൾ അല്ലാതാവും. നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വെച്ച് നോക്കിയതാണ്. അതിൻ്റെ ഒരു ഇതേ മാറിയല്ലേ. 9 വർഷം 9 വർഷം ഈ സാധനം കിടന്നു. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഇടട്ടെ. ജസ്റ്റ് ഇത് സംഭവം നല്ല ഒറിജിനൽ സാധനമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ്. ടൈ ഇടണ്ട, ഒന്നും ഇടണ്ട. ഇത് മിസ്റ്റുബിഷി ലാൻസർ ഇറങ്ങിയ സമയത്തുള്ള സാധനമാണ്. പിന്നെ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. കയ്യിൽ കുറച്ച് കയ്യല്ല. ഇതൊക്കെ ഒരു രസമാണ്. പുള്ളി അവിടെ പോയിട്ട് അവിടെ വണ്ടി ഇട്ടേക്കും. പുള്ളി അതിൻ്റെ ടൈ കെട്ടണം. കാര്യം ഒറിജിനൽ വരുന്ന പോലെ ആയിരിക്കത്തില്ല. അതൊരു
എന്താണ് കുറച്ച് ലൂസ് ഉണ്ടാവും, ഹമ്പൊക്കെ ചാടുമ്പോൾ ചിലപ്പോൾ ഊരിപ്പോകും. ഒരുപാട് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, റോഡിൽ ഇങ്ങനെ ഊരി കിടക്കുന്നത്. ടൈറ്റ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഇതാണ് ഷോപ്പ്. പോപ്പ് ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയുക, കൊടുത്തുപുഴ മടത്തറയിട്ടൊക്കെ പോപ്പ് പോകാൻ പറ്റും. ജസ്റ്റ് നല്ല മാന്യമായ വിലയാണ്, അധികം പൈസ ഒന്നും എടുക്കില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വീൽ കപ്പ് കിട്ടി, നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന വീൽ കപ്പ് കിട്ടി. നമുക്ക് ജസ്റ്റ് ഈ പാട്ട് മെയിനാണ് ഗൈസ്. എനിക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് എത്രയും കൊണ്ടായിരിക്കും, നമ്മൾ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പാട്ടേ ഉള്ളൂ. സോറി, മലയാള വാക്കുകൾ അത്രയ്ക്ക് അങ്ങോട്ട് പണ്ഡിതനല്ലേ. അപ്പോൾ ആകെ ഇത് പാട്ടേ ഉള്ളൂ. പാട്ടില്ലെങ്കിൽ ആകട്ടെ. ഇത് മെയിൻ റോഡാണ്, അടൂർ കൊട്ടാരക്കര പോകുന്ന റോഡാണ്. സീനാണ് കേട്ടോ. ഫ്രണ്ട് ഭയങ്കര ലോയിൽ കിടക്കുന്നത് കൊണ്ട് ഭയങ്കര സീനാണ് എപ്പോഴും. കഴിച്ച് നമ്മളിപ്പം അടുത്ത പരിപാടി കയറ്റിക്കൊണ്ടുണ്ട്. സാധനം ഇതാണ് നമ്മൾ കൂളിംഗ് ഒട്ടിക്കുന്നത്. ഈ ടൈപ്പാണ് വരുന്നത്. ഇത് കുറച്ച് കൂടിയ ടൈപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീൽ കപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഉണ്ടോ, നല്ല ലുക്കായി കേട്ടോ. ഒരു സൈഡ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട് ഉണ്ടോ. ഏതൊരു ആംഗിളിൽ നോക്കിയാലും നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ വണ്ടി. നമുക്ക് കൂളിംഗ് കൊണ്ട് ഒട്ടിച്ചെടുക്കാൻ സെറ്റാവും. കൂളിംഗ് ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും കൂളിംഗ് ഇല്ലാതെ ഒരിക്കലും നടക്കത്തില്ല. അതായത് ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂട്. ഞാൻ ഇതുവരെ ഇങ്ങനെ പോയി. ഇപ്പം കേരളത്തിൽ അറിയാമല്ലോ അവസ്ഥ. പുറകിൽ ഒട്ടിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബൈക്ക് ആകെ ടയർഡായിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരു 4-5 വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഫുള്ള് എഡിറ്റിങ് പരിപാടിയിലാണ്. വേറൊരു വീഡിയോ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലുക്ക്. ഇതിൽ നമ്മൾ ഒന്നും ഒട്ടിച്ചിട്ടില്ല കണ്ടോ, ഇതിങ്ങനെ കിടക്കുവാണ്. പിന്നെ ഈ കാണുന്നത് മുമ്പ് ഒരു ഇതാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര പന്നിശല്യം പട്ടിശല്യമൊക്കെയാണ്. അപ്പം എപ്പോഴും എന്തായാലും ഉണ്ടാവും. ഒരു 60 ചെറിയ സ്പീഡിൽ പോയാലും തട്ടും. അങ്ങനെ ഒരിക്കലും പട്ടി ചാടി ഇതായതാണ്. എൻ്റേത് പൊട്ടി, അതിനൊന്നും പറ്റിയില്ല. അത് സേഫാണ്, അത് സേഫായിട്ട് പോയി. അപ്പം കഴിച്ച് ഒരെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞു ഉണ്ടോ. ഇതാണ് ലുക്ക്. നമുക്ക് അപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഒട്ടിച്ചത്. അപ്പോൾ കഴിച്ച് നിലമേന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോഴാണ് ഈ കട വരുന്നത്, ആട്ടോ സോണ്. ഇത് മുമ്പേ നമ്മളിവിടെയൊക്കെ വരുന്ന കടകളാണ്. അപ്പോൾ ഈ കടയിൽ എല്ലാ സാധനങ്ങളും, മിക്ക സാധനങ്ങളും അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു വണ്ടിയുടെ എന്തൊക്കെ സാധനങ്ങൾ വേണം. നമ്മളിപ്പോൾ കൂളിംഗ് ഒട്ടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഈ സൈഡ് ഏകദേശം കഴിഞ്ഞു. ഇനി ആ സൈഡ് കൂടെ ഒട്ടിച്ച് വരുമ്പോഴേ സെറ്റ് ആകത്തുള്ളൂ. അടിപൊളി ലുക്കാണ് വരുന്നുണ്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ആ ഒരു വീൽ കപ്പും കാര്യങ്ങളും എല്ലാം കൂടെ കയറിയപ്പം സെറ്റായി. എനിക്ക് അലോയ് ഇടാൻ തീരെ താല്പര്യമില്ല. ഞാൻ അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അലോയ് ഇടാൻ തീരെ താല്പര്യമില്ല. അലോയ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇത് കുറയും, മൈലേജ് കുറയും. മെയിനായിട്ട് മൈലേജിൻ്റെ സീനുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ജീപ്പിന് ഇതിനൊക്കെ എത്ര മൈലേജാണ് ഉള്ളതെന്ന്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇവരുടെ സർവീസ് കേട്ടോ, നല്ല അടിപൊളി സർവീസാണ്. ഇവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കത്തില്ല. കാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം ചെയ്തു തരും. എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അവർ സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അവരത് ഇങ്ങനെ വെക്കേണ്ടതെന്നുള്ളത് സജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ പ്രമോഷനോ അങ്ങനെയുള്ള വീഡിയോസൊന്നുമല്ല, അതിലൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടില്ല. കാര്യം എനിക്ക് അവിടെ പോയി ട്രസ്റ്റ് ഇല്ല. ഞാൻ അവിടെ കുറച്ച് വർക്കൊക്കെ ചെയ്തതാണ്, പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ല. അത് നിങ്ങളെ കൂടെ ചതിപ്പെടുത്താൻ. അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ പ്രൊമോഷൻ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുത്തുക. കാര്യം എനിക്ക് വന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കും കൂടെ വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോസ് ഇടാത്തത്. ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്, ഞാൻ ഇടത്തില്ല. ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇവിടെ സീനൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല ഇതാണ്. അത് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ല. സ്റ്റിക്കറിങ് വർക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല. ബാക്കി കൂളിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ വണ്ടിയുടെ സെറ്റ് കാര്യങ്ങൾ, നമ്മുടെ വൂഫർ, അങ്ങനെ ഓഡിയോ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സേഫാണ് വണ്ടി ഉണ്ടോ. നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉണ്ട്. അല്ലാതെയും നമ്മുടെ സോണി പയനീർ കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. ഫുള്ള് പെർഫ്യൂംസിൻ്റെ തന്നെ കുറേ ഷെൽഫുണ്ട് കേട്ടോ. അതിൻ്റെ ക്ലീനിങ്, ഡാഷ്ബോർഡ് ക്ലീനർ, കുറേ ടൈപ്സ് ഉണ്ട്. സബ് തന്നെ JBLൻ്റെ വന്നിട്ടുണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട്. നിങ്ങളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും പിന്നെ കമ്പനി സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഓഫറാണ്. കാര്യം 2K കണ്ടോ, ഡയമണ്ട് 2K സാധനമാണ്.
എന്താ അവസ്ഥ? 12,000. അതിന് പുറത്ത് നല്ല വില ഉള്ള സാധനമാണല്ലേ? അപ്പം അതൊന്നും പല വിലയാണ്, ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നാൽ മതി, സെറ്റാണ്. കാര്യം നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 11.5 പിന്നെ 10.1. ഇതൊക്കെ ഹെവി ആയിരിക്കും അല്ലേ വെച്ച് കഴിഞ്ഞാൽ? പക്ഷേ ഇതൊക്കെ SUV ടൈപ്പൊക്കെ അല്ലേ കുറച്ചും കൂടെ ഒരിത്? നോർമൽ എല്ലാത്തിലും വയ്ക്കാം, ചീപ്പിൽ ചെയ്യാവുന്ന സാധനമാണ്. അതായത് ആൻഡ്രോയിഡ് വേണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട്. ആ, ക്യാമറ ഉൾപ്പെടെ 7,500 8,000 രൂപയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തത്. അതും ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ സ്റ്റീരിയോ ഡെഡ് ആയിരിക്കുന്നവർക്ക് അതിന്റെ പാനലിന്റെ പൈസ കട്ട് ചെയ്തിട്ട് വാറണ്ടിയിൽ 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ളതാണ് സർവീസ് പറഞ്ഞു. അതായത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നാൽ മതി, ബാക്കി കാര്യം പുള്ളി ചെയ്തു തരും. പുള്ളി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സജഷനും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു തരും. അതിലൊന്നും പേടിക്കണം. ഓക്കെ, നമ്മളെ കൂളിങ്ങിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടോ ഇവിടെ ഒരു ചെറിയ ടിന്നും കൂടെ ഒട്ടിക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഡയറക്റ്റ് അഴിക്കാനുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം കഴിഞ്ഞ കേട്ടോ. പുള്ളി സൈഡ് പിന്നെ ഇവിടെ കഴിഞ്ഞു, ഏകദേശം എല്ലാം സെറ്റായി. ഇതിനിപ്പോൾ നാളെ ഒരു 10-11 മണി വരെ ഇങ്ങനെ ഇട്ടേക്കണം.